ഇപ്പോൾ ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് പരീക്ഷയിൽ നടന്ന ചോദ്യപേപ്പറിൻ്റെ ചോർച്ചയിൽ പ്രതിഷേധിച്ചാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. സോനം വാങ്ചുക് അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇത് ശക്തമായിട്ട് ഈ ഒരു ഈ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ CJP എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ മെയ് 14-ാം തീയതിയാണ്, 14ആണോ 16ആണോ ഓർമ്മയില്ല, തീയതിയാണ്, വിത്തിൻ 4 ഡേയ്സിൽ ഒരു 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ അവർക്ക് ലഭിക്കുകയും അവർ വലിയൊരു പാർട്ടിയായിട്ട് ഫോം ചെയ്യാൻ ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ അവരെ ഒരു പാർട്ടി ഫോം ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് അദ്ദേഹം ഇത്തരത്തിൽ ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ചെറുപ്പക്കാരെ കോക്രോച്ചിനോട് താരതമ്യം ചെയ്യുന്നു. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇവർ ഇത്തരത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഈ ഗ്രൂപ്പ് ഇത്ര പെട്ടെന്ന് ഇത്രയും പേര് ആ ഗ്രൂപ്പിൽ വരുന്നു എന്ന് വെച്ചാൽ അവരുടെ പോസ്റ്റുകളെല്ലാം വളരെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഈ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ ക്രിറ്റിസൈസ് ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകളായിരുന്നു അവർ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അവർക്ക് ഒരു പോപ്പുലാരിറ്റി ലഭിച്ചത്. അതുപോലെ അന്ന് ഇതിനെപ്പറ്റി, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെപ്പറ്റി ഒരു ചർച്ച വന്നപ്പോൾ തന്നെ ഒരു മീഡിയയിൽ ഒരു കുട്ടി, ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കുട്ടി അത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ ഞങ്ങൾ താഴെ ഇറക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ അജണ്ട എന്നായിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെപ്പറ്റിയൊന്നും കേൾക്കാതായി. അപ്പോൾ എവിടെ പോയി ഈ CJP, ഈ കോക്രോച്ച് ജനതാ പാർട്ടി എവിടെ പോയി എന്ന തരത്തിൽ ഉള്ള സംസാരം വന്നു. എന്നാൽ അവർ പറഞ്ഞത് അതേപോലെ എത്രമാത്രം ശക്തമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം മുഴുവനും കാണുന്നത്. ഈവൻ കോൺഗ്രസ് പാർട്ടി അവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ കാണാം നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ ഇല്ലയോ എന്ന്. ഏതായാലും ഇന്നും ജന്തർ മന്ദറിൽ വളരെ അധികം ആൾക്കാർ, അതായത് 5000 പേർക്കാണ് അവിടെ എത്താൻ സാധിക്കുക. എന്നാൽ വളരെയധികം ആളുകൾ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്നും അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുപോലെ അവർക്ക് വേണ്ട ഭക്ഷണം, അതിനുള്ള സൗകര്യങ്ങളെല്ലാം രാജ്യത്ത് പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് അവർക്കൊന്നിനും ഒരു ബുദ്ധിമുട്ട് വരരുത് എന്ന് കരുതി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു ചില്ലറ പാർട്ടിയല്ല. ഇത് വലിയൊരു ശക്തി തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് BJPക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഈ ഒരു പാർട്ടി ഇപ്പോൾ മുൻപോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്.